ഖുർആനിൽ ഏകദേശം കുറേ ഇടങ്ങളിൽ ഈ ജലത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ആ ജലം നമ്മൾ ആകാശത്തിൽ നിന്നിറക്കി. ആകാശം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഒരു പ്രയോഗമാണ്, ഉപരിലോകം എന്നാണ് ഇതിന്റെ ഒരർത്ഥം. ആകാശം എന്ന് പറഞ്ഞാൽ സ്ഥൂലവസ്തുവാകുന്ന ആകാശം ഖുർആന്റെ പ്രയോഗത്തിന്റെ അർത്ഥം തന്നെയാണ്. പ്രത്യേകിച്ചും ഖിയാമത്ത് നാളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ സ്ഥൂലവസ്തുവാകുന്ന ഒരു വലിയ സംഗതിയാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ആകാശം. ഉപരിലോകത്തുണ്ടാകുന്ന കുറേ മേഘങ്ങളും അങ്ങനെ നമുക്ക് തോന്നുന്നതായ ഒരു സാങ്കല്പികമായ സംഗതിയല്ല ആകാശം. നേരെ മറിച്ച് നല്ല സ്ഥൂലവസ്തുവായ ഒരു കോൺക്രീറ്റായ മാറ്റർ, നല്ലൊരു പിണ്ഡമാണ് ഈ ആകാശം. അതുകൊണ്ടാണ് ഖുർആൻ ഖിയാമത്ത് നാളിന്റെ അനുബന്ധമായി ആകാശം പൊട്ടിപ്പിളരുന്നത് പറയുന്നത്, ആകാശം കത്തി ഉരുകുന്നത് പറയുന്നത്, റോസാപ്പൂ പോലെ ചുമന്നു പോകുമെന്ന് പറയണത്, എണ്ണ പോലെ ഒഴുകുമെന്ന് പറയുന്നത്. ആകാശം എണ്ണ പോലെ ഒഴുകും, ഉരുകിയ ചെമ്പ് പോലെ ദിറ്റിറ്റ് വീഴും. അപ്പൊ ഖുർആന്റെ വീക്ഷണത്തിൽ ആകാശം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥൂല വസ്തു തന്നെയാണ്, കേവലം സങ്കല്പമല്ല. എന്നാൽ ഉപരിലോകം എന്നർത്ഥത്തിനും മേൽഭാഗം എന്നർത്ഥത്തിനും സമ എന്ന പ്രയോഗം ഖുർആനിലുണ്ട്, മറ്റ് അറബി സാഹിത്യങ്ങളിലുമുണ്ട്. സമ എന്ന് പറഞ്ഞാൽ തന്നെ ഉയർത്തി എന്നാണ് അർത്ഥം. ഇന്നല്ലദീ സമക സമ ബനാലന എന്നൊക്കെയുള്ള കവിതകളൊക്കെ അറബി സാഹിത്യം പഠിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാറുണ്ട്.